ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. KSFയുടെ പ്രവാസി ചിട്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ഡ്യൂവോ പദ്ധതിയുടെ ആഗോള ലോഞ്ചിംഗ് റിയാദിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. പ്രവാസി മലയാളികൾക്ക് ഇരട്ട നേട്ടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. KSFE പ്രവാസി ചിട്ടിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി റിയാദിലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച യോഗത്തിലാണ് പുതിയ പദ്ധതി പുറത്തിറക്കിയത്. ഒരേ സമയം ചിട്ടിയുടെയും നിക്ഷേപത്തിൻ്റെയും ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കുന്നതാണ് ഡ്യൂവോ പദ്ധതി. ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന വരിക്കാർക്ക് നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വഴി ഭാവിയിലെ മാസഗഡു തിരിച്ചടക്കാൻ സാധ്യമാകും. KSFയിൽ നിന്നുള്ള പണം കിഫ്ബി വഴി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് ഉപയോഗിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി. ചിട്ടിയിൽ വരിക്കാരാകുന്ന പ്രവാസികൾക്ക് സാമ്പത്തിക മെച്ചം ലഭിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പങ്കാളികളാകാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. KSFയുടെ പ്രവാസി ചിട്ടിയിൽ 121 രാജ്യങ്ങളിലെ മലയാളികളാണ് വരിക്കാരായുള്ളത്. എന്നാൽ സൗദിയിൽ നിന്ന് ഇത് വെറും 10% പേർ മാത്രമാണ് അംഗങ്ങളായുള്ളത്. വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് KSFE 50 കോടി വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. കേളി രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ KSFE ചെയർമാൻ K വരദരാജൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽ SK, ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് MC രാഘവൻ, CEO ഷാജു ഫ്രാൻസിസ് എന്നിവരും സംസാരിച്ചു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഭക്ഷ്യമേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്താനൊരുങ്ങി UAE 2030-നകം ഭക്ഷ്യമേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന്. ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ ഭക്ഷ്യമേഖലയുടെ സംഭാവന $10 ബില്യൺ ആക്കി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും UAE സാമ്പത്തിക മന്ത്രി വ്യക്തമാക്കി. GDPയിൽ ഭക്ഷ്യമേഖലയുടെ സംഭാവന $10 ബില്യൺ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മർറി പറഞ്ഞു. UAE ഫുഡ് ആൻഡ് ബിവറേജസ് ബിസിനസ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് ഭക്ഷ്യമേഖലയിലെ ഭാവി പദ്ധതികൾ രാജ്യം വ്യക്തമാക്കിയത്. 2030-നകം മേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2050 ആകുമ്പോഴേക്ക് ഭക്ഷ്യ ഉൽപാദന ഇറക്കുമതി 50% കുറയ്ക്കും. ആദ്യ പകുതിയിൽ ഭക്ഷ്യമേഖല മൊത്തം വ്യാപാരത്തിൽ 20% വളർച്ച കൈവരിച്ചത്. ഈ വർഷം ആദ്യ പാദത്തിൽ UAE ഭക്ഷ്യ ഇറക്കുമതി 23%, കയറ്റുമതി 19% വർദ്ധിച്ചു. ആഭ്യന്തര ഉൽപാദന മേഖലയിൽ UAE കൈവരിച്ച നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 24 ദുബായ്. ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകാനൊരുങ്ങി UAE. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. നഴ്സറി കേന്ദ്രങ്ങൾ, സ്വകാര്യ സ്കൂളുകൾ, രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന മികച്ച അധ്യാപകർക്കാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവജനതയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അധ്യാപകരുടെ ശ്രമങ്ങൾക്ക് നന്ദിയും അദ്ദേഹം അറിയിച്ചു. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഒന്റാരിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സിനർജി 2024 നവംബർ 2 നടക്കും. കാനഡയിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് മാസോ. കാനഡയിൽ നിന്ന് മീനു ചേലാടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നവംബർ 2 മിസിസാഗയിലെ ജോൺ പോൾ പോളിഷ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി സാമൂഹ്യ പ്രതിബദ്ധത ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറും. മാസോയുടെ നേതൃത്വത്തിൽ സമൂഹ നന്മ ലക്ഷ്യം വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മിസിസാഗയിലെ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാസോയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഭാരവാഹികൾ സംസാരിച്ചു. സംഘടനയുടെ പ്രസിഡന്റ് ജോജി M. ജോൺ, വൈസ് പ്രസിഡന്റ് ചാൾസ് തോമസ്, ഓർഗനൈസേഷൻ ഗ്ലോബൽ ഡെവലപ്മെന്റ് കണക്ട് ചാർജ് വർഗീസ് ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ മേരി ജേക്കബ് ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 USA. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും അധ്യാപികയും നൃത്ത സംവിധായകയുമായ ഡോക്ടർ സുനന്ദ നായർക്ക് 2024 കേരള സെന്റർ പെർഫോമിംഗ് ആർട്സ് അവാർഡ് ലഭിച്ചു. മോഹിനിയാട്ടത്തിന്റെ ഗ്ലോബൽ അംബാസഡറായി അംഗീകരിക്കപ്പെട്ട ഡോക്ടർ സുനന്ദ നൃത്തവിദ്യാലയമായ സ്പാരോ വഴി മോഹിനിയാട്ടത്തിന് ലോകശ്രദ്ധ നേടിക്കൊടുക്കുന്നതിൽ വഹിച്ച പങ്ക് കണക്കിലെടുത്താണ് അംഗീകാരം. മുംബൈ ദൂരദർശന്റെ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ഡോക്ടർ സുനന്ദ നായർ. 2010 കേരള സംഗീത നാടക അക്കാദമി അവാർഡും 2016 കേരള കലാമണ്ഡലത്തിന്റെ കലാരത്നം അവാർഡും നേടിയിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ അന്തർലീനമായ ലിറിക്കൽ ഫെമിനിസം എന്ന വിഷയത്തിൽ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്.
24 ബിഗ് ബ്രേക്കിംഗ് ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി DGP PV അൻവറിന്റെ പരാതിയും RSS കൂടിക്കാഴ്ചയുടെ അന്വേഷണവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് റിപ്പോർട്ടിൽ സ്ഥിരീകരണം. ADGPക്കെതിരായ നടപടി നാളെ ഉണ്ടായേക്കും. റിപ്പോർട്ടിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ DGP നേരിട്ട് ധരിപ്പിക്കും. അതേസമയം RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിന്റെ വിശദീകരണം തള്ളി DGP റിപ്പോർട്ട് കൂടിക്കാഴ്ചയിൽ വീഴ്ചയെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. പുതിയ പാർട്ടി രൂപീകരിച്ച PV അൻവർ MLA ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിയുടെ പേര്. പാർട്ടിയുടെ പ്രഖ്യാപനം നാളെ മഞ്ചേരിയിൽ ഉണ്ടാകും. തമിഴ്നാട്ടിലെ DMK-യുടെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കുമെന്നാണ് സൂചന. DMK നേതാക്കളുമായി ചെന്നൈയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. അതിനിടെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യങ്ങൾ ചോർത്തിയതിന് PV അൻവറിനെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി FIR ഇട്ടു. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് മഞ്ചേരി പോലീസിന്റെ നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന പ്രവർത്തനമെന്ന് FIR-ൽ പരാമർശം. ADGP വിവാദത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒറ്റപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. K പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് മറ്റംഗങ്ങൾ യോജിച്ചില്ല. PR വിവാദം എക്സിക്യൂട്ടീവിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള നീക്കത്തിന് പാർട്ടി സെക്രട്ടറി തന്നെ തടയിട്ടു എന്നതാണ് വിവരം. സർക്കാരിനെതിരെ ഉയരുന്ന കഴമ്പുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ എക്കാലത്തും CPI കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ബിനോയ് വിശ്വത്തിന്റെ നയമാറ്റങ്ങളിൽ നേതൃത്വം അതൃപ്തിയിലാണ്. PR ഏജൻസി വിവാദം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള V ചാമുണ്ണിയുടെ നീക്കം ബിനോയ് വിശ്വം തടഞ്ഞു. ADGP വിഷയത്തിൽ K പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനമെഴുതിയതും പരസ്യ പ്രതികരണം നടത്തിയതും ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചു. എല്ലാവരും പാർട്ടി വക്താക്കളാകേണ്ടെന്നും പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുമെന്നും ബിനോയ് വിശ്വം. എന്നാൽ ഇതിനോട് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം അംഗങ്ങളും വിയോജിച്ചു. CPI നിലപാട് സാധൂകരിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇങ്ങനെ: CPI ജനാധിപത്യമുള്ള പാർട്ടിയാണ്. പാർട്ടി ഘടകത്തിൽ ചർച്ചയുണ്ടാകും. ആ ചർച്ചകൾക്ക് വിലക്കുള്ള പാർട്ടിയല്ല CPI. ആ ചർച്ചയ്ക്കുള്ള വേദിയിൽ ഏത് പാർട്ടി സഖാവിനും ആ ഘടകത്തിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവുമുണ്ടെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. അതിൻ്റെ പാർട്ടിയാണ് CPI. പാർട്ടി സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി K രാജൻ. അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ള ഒരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക? അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല. വിവാദ വിഷയങ്ങളിൽ ബിനോയ് വിശ്വം മൗനം തുടർന്നപ്പോഴൊക്കെ പാർട്ടിയുടെ മുഖമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പ്രകാശ് ബാബുവാണ്. പല ഘട്ടങ്ങളിലും നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറുന്ന ബിനോയ് വിശ്വത്തിന്റെ സമീപനങ്ങളിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. CPIM-ലെ പ്രായപരിധി തീരുമാനത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവ് G. സുധാകരൻ. പ്രായപരിധി തീരുമാനം ഇരുമ്പുലയ്ക്കല്ല. പ്രായപരിധി നിയന്ത്രണം EMS-ന്റെയും AKG-യുടെയും കാലത്തായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നും G. സുധാകരൻ ചോദിച്ചു. പ്രായപരിധി തീരുമാനം ഇരുമ്പുലയ്ക്കല്ല. 75-ാം വയസ്സിൽ വിരമിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ സംഘടിപ്പിച്ച ഗുരുസംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പാർട്ടി നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള G. സുധാകരന്റെ വിമർശനം. റിട്ടയർമെന്റ് ഒന്നും ഞങ്ങളുടെ പാർട്ടി പരിപാടി പറഞ്ഞിട്ടില്ല. പാർട്ടി ഭരണം അതാണ് ഞങ്ങളുടെ വേദവാക്യം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പാർട്ടി പരിപാടി പാർട്ടി ഭരണം അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചട്ടം വന്നിട്ട് 3 വർഷമല്ലേ ഉള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അതൊക്കെ മാറ്റിക്കൂടെ? എന്താ കുഴപ്പം? ഈ ചട്ടം ഇരുമ്പൊലൊക്കെയൊന്നും അല്ലല്ലോ. ഇല്ലാത്ത പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ്. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ പ്രായപരിധി കൊണ്ടുവന്നു. തങ്ങളത് അംഗീകരിച്ചു. ഇത് പാർട്ടിക്ക് ഗുണമായോ എന്ന് പരിശോധിക്കണം. പ്രായപരിധി തീരുമാനത്തിൽ പിണറായിക്ക് ഇളവ് നൽകിയെന്നും സുധാകരന്റെ ഓർമ്മപ്പെടുത്തൽ. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ പറ്റി ആളുകളില്ല. പിണറായി സാഹിബിന് 75 കഴിഞ്ഞപ്പോൾ വേറെ മുഖ്യമന്ത്രിയാവാൻ ആളുണ്ടേ, അദ്ദേഹത്തിന് എക്സെപ്ഷൻ കൊടുത്തു. പാർട്ടി സമ്മേളന കാലയളവിൽ G. സുധാകരന്റെ പ്രസ്താവന കൂടുതൽ ചർച്ചകൾക്കും വഴിവച്ചേക്കും. 24 കൊല്ലം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടത്. സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു K. സുരേന്ദ്രൻ. അന്ന് മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന K. സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി പ്രലോഭിപ്പിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചെന്നുമായിരുന്നു കേസ്. കേസിൽ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. കേസ് വിചാരണ വേളയിലേക്ക് കടക്കാൻ ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ.
ഹർജി പരിഗണിച്ച കോടതി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രൻ. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസുണ്ടാക്കിയത്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പ്രോസിക്യൂഷൻ കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയെ പോലും എതിർത്തില്ലെന്നും കെ സുന്ദര പറഞ്ഞു. വിധിപ്പകർപ്പ് പഠിച്ച ശേഷം കേസിൽ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരനും CPIM നേതാവുമായ VV രമേശൻ. അപ്പീൽ പോവുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നും CPM നടത്തിയിട്ടുള്ളത്. കേസ് രാഷ്ട്രീയായുധമാക്കാനാണ് BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. 24 കാസർഗോഡ്. ജനവിധി എഴുതി ഹരിയാന ഒറ്റഘട്ടമായി 90 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. വൈകിട്ട് 5 മണി വരെ 61% പോളിംഗ് നിരക്ക്. BJPയും കോൺഗ്രസും തമ്മിലാണ് കടുത്ത മത്സരം. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിര. 20,632 പോളിംഗ് ബൂത്തുകൾ. കൃത്യമായ സുരക്ഷാ സംവിധാനം. 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. പ്രായമായവർക്ക് നീണ്ട നിര ഒഴിവാക്കി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ പ്രത്യേക ക്രമീകരണം. 1031 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നയാബ് സിംഗ് സൈനി മത്സരിക്കുന്ന ലദ്വ, ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജനവിധി തേടുന്ന ജുലാന, ഭൂപേന്ദ്ര സിംഗ് ഹൂഡ മത്സരിക്കുന്ന ഗാർഗി സാംബ്ല കിലോയി, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ BJPക്കും കോൺഗ്രസിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന സോഹ്ന, JJP നേതാവ് ദുഷ്യന്ത് ചൌട്ടാല മത്സരിക്കുന്ന ജാട്ട് ഭൂരിപക്ഷമുള്ള ഉച്ചനക്കലൻ എന്നിവിടങ്ങളിലാണ് രാജ്യം ഉറ്റുനോക്കുന്ന മത്സരം. വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. മൂന്നാമതും സർക്കാർ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറും മുഖ്യമന്ത്രിയും സ്ഥാനാർത്ഥിയുമായ നയാബ് സിംഗ് സൈനിയും. हमें पूर्ण विश्वास है कि हमने जो हरियाणा को एक नई गति विकास की देने का काम किया है, 8 अक्टूबर को भारतीय जनता पार्टी तीसरी बार बहुत बड़े मैंडेट के साथ आ रही है. അനീതിയെ പരാജയപ്പെടുത്തി ഹരിയാനയിൽ പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. ഹരിയാനയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിൽ പ്രതീക്ഷയുണ്ടെന്ന് വിനേഷ് ഫോഗട്ട്. വലിയ ഭൂരിപക്ഷത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ. कांग्रेस के पक्ष में लहर चल रही है, भाजपा जा रही है, कांग्रेस आ रही है, भारी बहुमत से कांग्रेस सरकार बनने जा रही है. അതിനിടെ ഭിവാനി SP BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്നും SP മാറ്റണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് MP ഭൂപേന്ദർ ഹൂഡ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണെങ്കിലും JJP ആം ആദ്മി പാർട്ടികൾ നേടുന്ന വോട്ടുകൾ കോൺഗ്രസിനും BJPക്കും നിർണായകമാകും. ശക്തമായ പ്രചരണം വോട്ടിംഗിലും പ്രതിഫലിച്ചു. ജനവിധി ആർക്കനുകൂലമെന്ന് 8-നറിയാം. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടൂനൊപ്പം വിനീത VG 24 പോൾ ഓഫ് പോൾസിൽ ഹരിയാനയിൽ കോൺഗ്രസിന് ആധികാരിക മേധാവിത്വം. 90 സീറ്റുകളിൽ കോൺഗ്രസിന് 55 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് NC സഖ്യം 44 സീറ്റുകളും BJP 28 സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം. 24 പോൾ ഓഫ് പോൾസിൽ ഹരിയാനയിൽ കോൺഗ്രസിന് 55 സീറ്റും BJPക്ക് 26 സീറ്റും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന് 2ഉം ജനനായക് ജനതാ പാർട്ടി 2ഉം മറ്റുള്ളവർക്ക് 5 സീറ്റുകളുമാണ് പ്രവചനം. ജമ്മു കശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിന് 44ഉം BJPക്ക് 28ഉം PDPക്ക് 7ഉം മറ്റുള്ളവർക്ക് 11 സീറ്റുകളുമാണ് പ്രവചനം. ദേശീയ തലത്തിൽ നടന്ന വിവിധ എക്സിറ്റ് പോളുകൾ ക്രോഡീകരിച്ചാണ് 24ന്റെ പോൾ ഓഫ് പോൾസ് ഫലപ്രവചനം. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും 10 വർഷം നീണ്ട ഭരണവും അഗ്നിവീർ പദ്ധതിയുമെല്ലാം ഹരിയാനയിലെ വോട്ടർമാരെ BJP വിരുദ്ധതയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പോൾ ഓഫ് പോൾസ് ഫലം. ജാട്ട് വോട്ടുകൾ നേടുന്നതിൽ BJPക്ക് പാളി. ജമ്മു കശ്മീരിൽ ജമ്മു മേഖലയിൽ BJPക്കും കശ്മീർ മേഖലയിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിനുമാണ് എക്സിറ്റ് പോളിൽ ആധിപത്യം. ജമ്മു കശ്മീരിൽ എഞ്ചിനീയർ റാഷിദിന്റെ ജമ്മു കശ്മീർ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെയും ജമ്മു കശ്മീർ അപ്നി പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയുടെയും നിലപാടുകൾ നിർണായകമാകും. സി വോട്ടർ ജമ്മുവിൽ 27 തൊട്ട് 32 സീറ്റുകൾ BJPക്കും, കോൺഗ്രസ് NC സഖ്യത്തിന് 40 തൊട്ട് 48 സീറ്റുകളും PDPക്ക് 6 തൊട്ട് 12 സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒട്ടുമിക്ക ദേശീയ എക്സിറ്റ് പോൾ സർവേകളും 4 മുതൽ 16 വരെ സീറ്റുകളാണ് ജമ്മു കശ്മീരിൽ പ്രവചിക്കുന്നത്. ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായാണ് പ്രവചനം. ഇരു സംസ്ഥാനങ്ങളിലും 90 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.
അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച ലോറി ഉടമ മനാഫ് സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന എൻകൗണ്ടർ പ്രൈം ചർച്ചയിലെ നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു സന്ദർശനം. മനാഫ് എന്തോ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കയറി 4,10,000 സബ്സ്ക്രൈബേഴ്സായി. മനാഫ് അർജുൻ്റെ വീട്ടിലൊന്ന് പോവുക, ചായ ഭക്ഷണം കഴിക്കുക, പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തിട്ട് ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് എങ്ങനെ ഇരിക്കും? നല്ല കാര്യമാണ്, നല്ല ഐഡിയ ആണ്, കുഴപ്പമില്ല, നോക്കി നോക്കാം എന്താന്നുള്ളത്. ചെയ്യോ? ഞാൻ എന്ത് നല്ല അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് പരാതിയാവുന്നുണ്ട്. അതുകൊണ്ട് ഇനി പരാതിയാവില്ല. 24 എൻകൗണ്ടർ പ്രൈമിൽ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിച്ച ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് മനാഫിൽ നിന്നുണ്ടായത്. സന്ധ്യയോടെ അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. രക്ഷിതാക്കളായ പ്രേമൻ, ഷീല, സഹോദരങ്ങളായ അഞ്ജു, അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മനാഫിനൊപ്പം സഹോദരൻ മുബീൻ, മറ്റു കുടുംബാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. തങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണ അകന്നെന്ന് മനാഫും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും പ്രതികരിച്ചു. രണ്ട് കുടുംബങ്ങളുടെ അകൽച്ച നവമാധ്യമങ്ങൾ ചർച്ചയാക്കുകയും വർഗീയ പരാമർശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 24 ന്യൂസ് ഇടപെടൽ. ഈ പ്രശ്നത്തിന് അറുതി വരുത്താനുള്ള ഇടപെടലിനും രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ നിമിത്തമായതിലും 24-ന് അഭിമാനം. 24 കോഴിക്കോട്. പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ദീർഘകാലം ആകാശവാണിയിൽ വാർത്താ പ്രക്ഷേപകനായിരുന്നു എം രാമചന്ദ്രൻ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ആമുഖത്തിലൂടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായിരുന്നു. 24-ലെ കണ്ടതും കേട്ടതും, കൗതുക വാർത്തകൾ എന്നിവയിലെ ശബ്ദസാന്നിധ്യവുമായിരുന്നു അദ്ദേഹം. നാളെ രാവിലെ 11 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് ഇൻഡിഗോ എയർലൈൻസ് സേവനം തടസ്സപ്പെട്ടു. രാജ്യവ്യാപകമായി വിമാന സർവീസുകളെയും സോഫ്റ്റ്വെയർ തകരാർ ബാധിച്ചു. മിക്ക വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത്. സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് 12 മണിയോടെയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായത്. ബുക്കിംഗ്, ചെക്ക് ഇൻ, ക്യാൻസലേഷൻ സേവനങ്ങളെല്ലാം താളം തെറ്റി. യാത്രക്കാരുടെ പരിശോധനകൾ വൈകിയതോടെ വിമാനത്താവളത്തിൽ ജനത്തിരക്കായി. തകരാർ വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഇൻഡിഗോ വ്യക്തമാക്കിയെങ്കിലും സർവീസുകൾ സാധാരണഗതിയിലാകാൻ കാലതാമസം നേരിടുകയാണ്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് ഇൻഡിഗോ ഖേദം പ്രകടിപ്പിച്ചു. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ വലിയ തിരക്കാണ് ഉച്ചമുതൽ അനുഭവപ്പെട്ടത്. വിമാനത്താവളങ്ങളിൽ പ്രയാസങ്ങൾ നേരിട്ട യാത്രക്കാർ എക്സ് അക്കൗണ്ടിലൂടെ പ്രതിഷേധമുയർത്തി. 24 ഡൽഹി. കോതമംഗലം ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു കാടിറങ്ങി. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്തിയത്. സിനിമയിൽ അഭിനയിക്കാൻ ഭൂതത്താൻകെട്ടിലെ ഈ ലൊക്കേഷനിലെത്തിയ പുതുപ്പള്ളി സാധു എന്ന ആന മണികണ്ഠൻ ആനയുടെ കുത്തേറ്റ് കാട്ടിലേക്ക് പേടിച്ചോടിക്കയറിയത് ഈ വഴിയാണ്. തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ട നായകനാകുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം. ചിത്രീകരണത്തിന് കൊണ്ടുവന്നത് 5 ആനകളെ. ചിത്രീകരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. തടത്താവിള മണികണ്ഠൻ എന്ന ആന പുതുപ്പള്ളി സാധുവിന്റെ പിന്നിൽ കുത്തി. വിരണ്ടോടിയ സാധു കാട്ടിൽ മറഞ്ഞു. 5 ആന ഉണ്ടായിരുന്നു. അത് 5 എണ്ണം ഇങ്ങനെ ലൈനായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നായിരുന്നു സാധു. അതിൻ്റെ ബാക്കിൽ നിന്ന് ആന അതിനെ കുത്തി. പക്ഷേ അത് കുത്ത് കണ്ടിട്ടും വീണ്ടും തിരിച്ചു വന്നൊരു പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തി. ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ ഫോറസ്റ്റ് വാച്ചർമാർ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോയപ്പോഴാണ് തുണ്ടം ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ കാട്ടിൽ ആനയെ കണ്ടത്. പാപ്പൻ കൂടുതലുണ്ടായിരുന്നു, വിളിച്ചു. 2 പാപ്പൻ കൂടുതലുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒച്ചെടുത്തു, തിരിച്ച് ഒച്ചെടുത്ത് സൗണ്ട് കേൾപ്പിച്ചു. പഴവും മധുരപലഹാരവും നൽകി ആനയെ തളച്ച പാപ്പാന്മാർ വാഹനത്തിൽ കയറ്റി പുതുപ്പള്ളിയിൽ എത്തിച്ചു. ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിന്റ് കണ്ടു. അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആനയെ കണ്ടുകിട്ടിയത്. വേറെ കുഴപ്പങ്ങളൊന്നും ആനയ്ക്കില്ല. ഒരു രാത്രി മുഴുവനും ഈ കാണുന്ന കാടുകൾ ചുറ്റി പുതുപ്പള്ളി സാധു അവസാനം ഇവിടെ എത്തി. പഴവും പലഹാരവുമായി ആരാധകർ അവനെ സ്വീകരിച്ചു. അവസാനം വനാസ്വാദനമൊക്കെ കഴിഞ്ഞ് സ്വന്തം തട്ടകമായ കോട്ടയത്തേക്ക് അവൻ മടങ്ങി. ടീം 24 കോതമംഗലം. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.